വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മൾ LDF UDF ക്യാമ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ NDA ക്യാമ്പിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കണം. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കും. 3 ദിവസത്തിനുള്ളിൽ ആദ്യഘട്ട പട്ടിക പുറത്തുവിടുമെന്ന് പറയുകയാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് റിപ്പോർട്ടറിനോട്. വിജയ സാധ്യതയ്ക്കാണ് പ്രഥമ പരിഗണന എന്ന് അദ്ദേഹം പറയുന്നു. സെലിബ്രിറ്റികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലുള്ളവരെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നുണ്ട്. പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് ശിവൻ അതൃപ്തി അറിയിച്ചിട്ടില്ല എന്നുകൂടി S. സുരേഷ് പറയുന്നു. S. സുരേഷ് നമുക്കിപ്പോഴുണ്ട്. സീറ്റ് വിഭജനം 2020 എത്ര, BDJസിന് എത്ര, അതിൽ ധാരണയായി? ഞങ്ങൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ അതിനെക്കുറിച്ചൊരു വ്യക്തത വരും. ഞങ്ങളുടെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക 2-3 ദിവസത്തിനും തന്നെ പുറത്തു വരും. അതിനു മുമ്പായിട്ട് BDJസും 2020യും മറ്റ് ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവരുമായിട്ടൊരു വ്യക്തമായ ധാരണയിലെത്തും. നമ്മുടെ സ്ഥാനാർത്ഥികളിൽ ആരാണ് ജയിക്കാൻ കൂടുതൽ സാധ്യത എന്നതിനെ സംബന്ധിച്ചാണ് ചർച്ച. ഒരു സംഘടനാ തലത്തിലുള്ള സ്വാർത്ഥതയും കൂടുതൽ മത്സരിക്കണം എന്നുള്ള ചിന്തയ്ക്കപ്പുറത്ത് നമുക്ക് LDFനെയും തോൽപ്പിക്കണം, UDFനെയും തോൽപ്പിക്കണം. അതിൽ ഏത് സ്ഥാനാർത്ഥിയാണ് ഏറ്റവും ബെറ്റർ? വിന്നബിലിറ്റിക്ക് തന്നെയായിരിക്കും പ്രാധാന്യം. വിന്നബിലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചർച്ചയും ആ രീതിയിലുള്ള ഒരു കീഴ്വഴക്കവും പാർട്ടിയിൽ NDAയിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ്റെ പേരിനെ ചൊല്ലി ഇപ്പോൾ പ്രശാന്ത് ശിവൻ അതൃപ്തി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രശാന്ത് ശിവനെ നെന്മാറയിലേക്ക് മാറ്റാനോ അങ്ങനൊരു ധാരണ എന്തെങ്കിലും BDJസുമായിട്ട് ആയിട്ടുണ്ട്? അവർ ആ സീറ്റ് വിട്ടു തരുമോ? പ്രശാന്ത് ശിവൻ ഒരു അതൃപ്തിയും പറഞ്ഞിട്ടില്ല. പ്രശാന്ത് ശിവൻ പരസ്യമായിട്ട് തന്നെ പറഞ്ഞത് പാർട്ടിയുടെ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായിട്ട് അങ്ങേയറ്റം വരെ ഉണ്ടാകും. പ്രശാന്ത് ശിവൻ ഒരു സ്ഥാനാർത്ഥിയാകണമെന്ന് പാർട്ടിയുടെ ഒരു വേദിയിലും ഇന്നേവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിനെ നിർത്തിയാൽ മത്സരിക്കും, ജയിപ്പിക്കാൻ പറഞ്ഞാൽ ജയിപ്പിക്കും. BJP സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളെ നോക്കുന്നുണ്ടല്ലോ, അതെന്തെങ്കിലും അത് സംബന്ധിച്ച്? ഭിന്നബിലിറ്റിയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥികൾ ഏത് മേഖലയിൽ നിന്നാണെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അപ്പം തന്നെയില്ലേ 2020യുടെയും BDJസിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുമായിരിക്കും അല്ലേ അവരുടെ? അല്ല, അവരങ്ങനെ അംഗീകരിക്കാൻ പാടില്ലാത്തതായിട്ട് ഒരാവശ്യം ഉന്നയിച്ചിട്ടില്ല. കൂടുതൽ സീറ്റ് വേണമെന്നുള്ളതാണ് ആവശ്യം. അത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പരിഗണിക്കും വേണമല്ലോ. വിന്നബിലിറ്റിയാണ് ഏറ്റവും ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാനമെന്നാണ് S. സുരേഷ് പ്രതികരിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ചെങ്ങമനാടിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ശരി, S. സുരേഷുമായി ലേബി സജീന്ദ്രനാണ് സംസാരിച്ചത്.